ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചെന്ന് പ്രസിഡന്റ് പറയും. ഒറ്റ BLO ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. പണി പോവും. ഞങ്ങൾ പറഞ്ഞേക്കാം, വേണ്ടാത്തത് കാണിച്ചാൽ. കഴിഞ്ഞ ദിവസമാണ് BLO ആത്മഹത്യ ചെയ്തത്. കണ്ണൂരിൽ പയ്യന്നൂരിലാണ് അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത്. ഭീഷണിപ്പെടുത്തി CPIM നേതാക്കൾ എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്, പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് തന്നെ അക്കാര്യം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. എന്നാൽ ഭീഷണിപ്പെടുത്തിയത് കോൺഗ്രസിന്റെ BLA ആണ്, ബൂത്ത് ലെവൽ ഏജന്റാണ് എന്ന് ശബ്ദരേഖയിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. BLA ആണ് സംസാരിക്കുന്നത് അനീഷ് ജോർജിനോട്. നിങ്ങളെ ഇങ്ങനെ പോകാൻ പറ്റില്ല, ഞാനും കൂടെ വരും, അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ നടക്കില്ല, താങ്കൾക്കെതിരെ പരാതി നൽകും എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റാണ്. ആ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. അത് അങ്ങനെ പറയേണ്ടി വന്നത് CPM നേതാക്കളും പ്രവർത്തകരും ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും പറയുന്നത്. എന്നാൽ ആരാണ് ഭീഷണിപ്പെടുത്തുന്നത് BLOമാരെ? ഇതാ VD സതീശന്റെ വാക്ക് കേൾക്കാം. NGO യൂണിയനിലെ സമ്മേളനം കൂടിയിട്ട് NGO യൂണിയനിൽ അംഗമായ BLOമാരോട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ UDFകാരുടെ ആരെയും ഈ ഫോം മേടിച്ചു കൊടുക്കണ്ടെന്നാണ്. ഒറ്റ BLO ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയം കളിച്ച ഒറ്റ ഒരാളെ ഈ കേരളത്തിൽ നിയമപരമായി ഞങ്ങൾ പുറകെ ഉണ്ടാവും. എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുക്കും. രാഷ്ട്രീയം ഏതെങ്കിലും BLOമാരെ ഈ SIRമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കളിച്ചാൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചെന്ന് പ്രസിഡന്റ് പറയും. ഒറ്റ BLO ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. പണി പോവും. ഞങ്ങൾ പറഞ്ഞേക്കാം, വേണ്ടാത്തത് കാണിച്ചാൽ. ഭീഷണിയാണെങ്കിൽ ഭീഷണിയായിട്ട് എടുത്തോ, ഒരു വിരോധവും ഇല്ല. വേണ്ടാത്തത് ചെയ്താൽ എന്നാ പറഞ്ഞത്. മര്യാദയ്ക്ക് ചെയ്ത ഒരു കുഴപ്പമില്ല, കൈ കൊടുത്തേക്കാം. വേണ്ടാത്തത് ചെയ്താൽ SIRന്റെ മറവിൽ രാഷ്ട്രീയം BLOമാർ ചെയ്താൽ പുറകെ ഉണ്ടാവും ഞങ്ങൾ പരാതിയായിട്ട്. ഇവിടെയും പ്രതിപക്ഷ നേതാക്കൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. തെറ്റ് ചെയ്താൽ, തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ, കോൺഗ്രസുകാരുടെ വോട്ട് കൃത്യമായി ചേർക്കാതിരുന്നാൽ ഒരൊറ്റ BLOയും വെറുതെ വിടില്ല എന്നാണ്. NGO യൂണിയൻകാരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു VD സതീശൻ. എന്ന് വെച്ചാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്ന, അതിനുവേണ്ടി താഴെത്തട്ടിൽ പ്രവർത്തിക്കുക എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആളില്ല കോൺഗ്രസിന്. താഴെത്തട്ടിൽ പ്രവർത്തകരില്ല. ബൂത്ത് ലെവൽ ഏജന്റുമാർ ആർക്കൊക്കെയാണ് BLO ഫോം വിതരണം ചെയ്തത്, എവിടെ നിന്നൊക്കെ തിരിച്ചു വാങ്ങി, അത് കൃത്യമായി ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിച്ചോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും. ആ ഏജന്റുമാർ ആ ജോലി കൃത്യമായി നിർവഹിച്ചാൽ മതി. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ആ ജോലി കൃത്യമായി നിർവഹിച്ചാൽ മതി, പ്രശ്നമുണ്ടാകില്ല. എന്നാൽ അങ്ങനെ ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകരില്ല. അപ്പോൾ BLOമാരെ ഭീഷണിപ്പെടുത്തുക, നിങ്ങൾ കോൺഗ്രസുകാരുടെ വോട്ട് ചേർത്തില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും എന്ന് പറയുക, ഇതാണ് സത്യത്തിൽ ഭീഷണി എന്ന് പറയുന്നത്. ഇതാണ് BLOമാരെ സമ്മർദ്ദത്തിലാക്കുക എന്ന് പറയുന്നത്. ഇതാണ് BLOമാർക്കെതിരെയുള്ള യഥാർത്ഥ ഭീഷണി. പറയുന്നത് സാധാരണ പ്രവർത്തകരല്ല, പറയുന്നത് പ്രാദേശിക നേതാക്കളല്ല, പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അത്തരമൊരു ഭീഷണി പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും ഈ ഭീഷണി എങ്ങനെയാണ് BLOമാർ സ്വീകരിക്കുക എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. എന്നിരുന്നാലും അത്തരമൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് എന്തിന്? പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, എല്ലാ നേതാക്കളും പങ്കെടുത്തു. KPCC പ്രസിഡന്റ് ഉണ്ട്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ മാത്രം ഒരു ഭീഷണിയല്ല ഇത്, UDFന്റെ ഭീഷണിയായി വേണം കരുതാൻ. UDF ആണ് ഭീഷണിപ്പെടുത്തുന്നത് BLOമാരെ എന്നതിന് മറ്റൊരു തെളിവ് ആവശ്യമില്ല. വളരെ മോശമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നുകൂടി കാണുക.